നമസ്കാരം, ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. PV അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിലെ അഭിപ്രായ വ്യത്യാസം പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു. അൻവർ മുന്നണിയിൽ വേണ്ടെന്ന തീരുമാനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനം അല്ലെന്നാണ് സുധാകരന്റെ വാദം. പാർട്ടി നേതാക്കന്മാർ കൂട്ടായിരുന്ന് ചർച്ച ചെയ്തെടുക്കേണ്ട തീരുമാനമാണ്. അത്തരത്തിൽ കൂട്ടായിരുന്ന് തന്നെ തീരുമാനം എടുക്കുകയും ചെയ്യും. PV അൻവർ വരുന്നതിന് VD സതീശന് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് സതീശനോട് ചോദിക്കണമെന്നും K സുധാകരൻ വ്യക്തമാക്കി. കോൺഗ്രസ് കൂടെ നടക്കുന്ന ആളുകളെ കൊണ്ട് കാലു പിടിപ്പിക്കുകയാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. കണ്ണൂർ നോർത്ത് മലബാർ ചേംബർ ഓഫ് ഹാളിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ ദയനീയമായാണ് കോൺഗ്രസിന്റെയും UDFന്റെയും അവസ്ഥയെന്നും ബേബി വ്യക്തമാക്കി. ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റാണ് നിലമ്പൂർ. ഏറെ ജയസാധ്യതയാണ് അവിടെയുള്ളത്. LDF സ്ഥാനാർത്ഥിയെ കുറിച്ച് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററും LDF കൺവീനർ TP രാമകൃഷ്ണനും പറയുമെന്ന് ബേബി വ്യക്തമാക്കി. CPMനെ പരിഹസിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ തപ്പി നടക്കുകയാണ് CPM. പിണറായി 3.0 ലോഡിംഗ് എന്ന് തള്ളിപ്പറയുന്നവർക്ക് സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കാനുള്ള ആളിനെ കിട്ടുന്നില്ല എന്ന് പറയുന്നത് തന്നെ എന്തൊരു ദുരവസ്ഥയാണ്. ധൈര്യമുണ്ടെങ്കിൽ ആളിനെ തപ്പി അങ്ങാടിയിൽ നടക്കാതെ M സ്വരാജിനെ മത്സരിപ്പിക്കുമെന്ന് പറഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ CPMനെ വെല്ലുവിളിച്ചത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ തേടി BJP. നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാൻ ശ്രമം നടത്തിയ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന ജോസഫുമായാണ് സംസ്ഥാനത്തെ മുതിർന്ന BJP നേതാവ് MT രമേശ് കൂടിക്കാഴ്ച നടത്തിയത്. മഞ്ചേരിയിൽ എത്തിയാണ് രമേശ് ബീന ജോസഫിനെ കണ്ടത്. BJP നേതാവുമായി ചർച്ച നടത്തിയ കാര്യം പിന്നീട് ബീന ജോസഫ് മാധ്യമങ്ങളോട് തുറന്നു സമ്മതിച്ചിരുന്നു. കേരള തീരത്ത് അപകടത്തിൽപ്പെട്ട MSC എൽസ 3 എന്ന കപ്പലിൽ നിന്ന് തീരത്തെറിഞ്ഞ പ്ലാസ്റ്റിക് തരികൾ നീക്കം ചെയ്യാൻ സന്നദ്ധ പ്രവർത്തകരെ നിയോഗിച്ചു. കപ്പലിലെ കെമിക്കലുകളുടെ കൈകാര്യം ചെയ്യൽ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ ചേർന്ന വിദഗ്ധരുടെ യോഗത്തിലാണ് ഈ തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ചേർന്ന വിദഗ്ധരുടെ യോഗത്തിൽ തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് തരികൾ പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിക്കാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട് അതിനുള്ള നടപടികളും സ്വീകരിച്ചു. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ SFIO നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്ന് ഹൈക്കോടതി. കുറ്റപത്രം നൽകില്ലെന്ന ഉറപ്പ് എന്തുകൊണ്ട് പാലിച്ചില്ലെന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. SFIO അന്വേഷണത്തിനെതിരെ CMRL നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ ഈ വിമർശനം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന സ്ഥാപനവുമായുള്ള സാമ്പത്തിക ഇടപാടിൽ SFIO അന്വേഷണം നടത്തുന്നത് ചോദ്യം ചെയ്ത് CMRL കഴിഞ്ഞ വർഷം നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് കേന്ദ്രത്തോട് ചോദ്യങ്ങൾ ഉന്നയിച്ചത്. കൊച്ചി കടവന്ത്രയിൽ നിന്ന് 13-കാരനെ കാണാതായ സംഭവത്തിൽ കൈനോട്ടക്കാരനെതിരെ പോക്സോ കേസെടുത്ത് പോലീസ്. തൊടുപുഴയിൽ സീരിയൽ ഷൂട്ടിംഗ് കാണാനായാണ് കുട്ടി പോയതെന്നാണ് വിവരം. കുട്ടിയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. പോക്സോ 7, 8 വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. കുട്ടിയെ വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞാണ് ഇയാൾ കുട്ടിയെ തൊടുപുഴയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. വീട്ടിലെത്തിയതിന് പിന്നാലെയാണ് ഇയാൾ കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. നടൻ കമലഹാസൻ കന്നഡ ഭാഷയെക്കുറിച്ച് നടത്തിയ പരാമർശത്തിന്റെ പേരിൽ വിവാദങ്ങൾ ഉയരുന്നു. മണിരത്നം കമൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ഏറ്റവും പുതിയ ചിത്രം തഗ് ലൈഫിന്റെ പ്രൊമോഷൻ പരിപാടിയിലായിരുന്നു പരാമർശം. കന്നഡ തമിഴിൽ നിന്ന് പിറന്നതാണ് എന്ന കമലിന്റെ നിലപാടിനെതിരെ കന്നഡ സംഘടനകളും കർണാടക BJP നേതാക്കളും രംഗത്തെത്തി. കമൽഹാസനെ കന്നഡ അനുകൂല സംഘാടകർ ബംഗളൂരുവിൽ തഗ് ലൈഫ് സിനിമയുടെ പോസ്റ്ററുകൾ കീറിക്കൊണ്ടാണ് പ്രതിഷേധിച്ചത്. അണ്ണാ സർവകലാശാല ലൈംഗിക അതിക്രമ കേസിലെ പ്രതി ജ്ഞാനശേഖർ കുറ്റക്കാരനെന്ന മഹിളാ കോടതി. പ്രോസിക്യൂഷൻ സംശയാതീതമായി കേസ് തെളിയിച്ചെന്ന് കോടതി വ്യക്തമാക്കി. ജൂൺ 2-ന് മഹിളാ കോടതി ജഡ്ജി കേസിൽ വിധി പറയും. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. 11 കുറ്റകൃത്യങ്ങളാണ് ജ്ഞാനശേഖരനെതിരെ ചുമത്തിയിട്ടുള്ളത്. എല്ലാ കുറ്റങ്ങളും ഫോറൻസിക് തെളിവുകളുടെയും ഡോക്യുമെന്ററികളുടെയും അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ കഴിഞ്ഞുവെന്നും സർക്കാർ അഭിഭാഷകൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പടിഞ്ഞാറൻ കാറ്റിന്റെയും ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനപരമായി സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ അതിതീവ്ര മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇന്ന് കോഴിക്കോട്, വയനാട് ജില്ലകളിലും, വ്യാഴാഴ്ച പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും, വെള്ളിയാഴ്ച പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിതീവ്ര മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്.